everyone, welcome back to the channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 5th സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 ആയ ഫുഡ് ആൻഡ് ഹ്യൂമൻ ആണ്. അതിനു മുമ്പ് ഫസ്റ്റ് ചാപ്റ്റർ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എ വെരി ബിഗ് താങ്ക് യു. കമൻറ്റ് ചെയ്തതിനും ഇപ്പോൾ നമ്മുടെ ചില 5th സ്റ്റാൻഡേർഡ് വീഡിയോസ് മെയ്ഡ് ഫോർ കിഡ്സ് വീഡിയോ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ബട്ട് സ്റ്റിൽ എ വെരി ബിഗ് താങ്ക് യു ഫോർ എവറി വൺ ഹു ഹാസ് സപ്പോർട്ടഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്റർ എന്താണ്? ഫുഡ് ആൻഡ് ഹ്യൂമൻ. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങളിത് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ഒന്നുമല്ല. ഇതൊരു സ്റ്റോറി പോലെ കേട്ട് പോകേണ്ട ഒരു ചാപ്റ്ററാണ്. സോഷ്യൽ അല്ലെങ്കിലും ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല അല്ലേ. നമുക്ക് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ പെട്ടെന്ന് ഇതൊക്കെ കയറും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ സോഷ്യൽ എന്താ പഠിക്കുന്നത്? നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സോഷ്യലിൽ മെയിനായിട്ട് പഠിക്കുന്നത്. അതുപോലെ ഈ ഒരു ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് ഇന്ന് നമ്മളെങ്ങനെ ഫുഡ് കഴിക്കുന്നത്? നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്, വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഹോട്ടൽസിൽ പോയിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ പണ്ട് കാലത്ത് മനുഷ്യന്മാരെങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്, എങ്ങനെയാണ് കളക്ട് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ഈ കുക്കിംഗ് ഒക്കെ വന്നത്, ഇതിനെയൊക്കെ കുറിച്ച് ഒരു കഥ പോലെ കേട്ടു പോകാം നമുക്ക് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഫുഡ് എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷണം. ഹ്യൂമൺ എന്ന് വെച്ചാൽ മനുഷ്യൻ. അപ്പം ഭക്ഷണവും മനുഷ്യനും, അതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. ഫസ്റ്റ് തന്നെ എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു ഡയറി എൻട്രിയാണ്, അതായത് ഒരു ഡയറി കുറിപ്പാണ്. ഒക്ടോബർ 16 നമുക്ക് ഡേറ്റ് കാണാം. എന്താണ് എഴുതിയിരിക്കുന്നത്? ടുഡേ ദർ വാസ് എ ഫുഡ് ഫെസ്റ്റ് ഇൻ അവർ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഫുഡ് ഡേ. അതായത് വേൾഡ് ഫുഡ് ഡേ എന്ന് വെച്ചാൽ ലോക ഭക്ഷ്യദിനം. അതിനോടനുബന്ധിച്ചിട്ട് സ്കൂളിലൊരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വാസ്. എന്ത് രസമായിരുന്നെന്നോ. ഓൾ ഓഫ് us brought different dishes as our teacher had instructed. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാവരും വീട്ടിൽ നിന്ന് വേറെ വേറെ വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഐ വിസിറ്റഡ് എവറി സ്റ്റോൾ വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഓരോ ഫുഡ് സ്റ്റോളും പോയി കണ്ടു. വാട്ട് എ വെറൈറ്റി ഓഫ് ഡിഷസ്. അപ്പോൾ എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടായത്? അപ്പോൾ ഫുഡ് സ്റ്റോൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കുഞ്ഞു കട പോലെ ഇരിക്കും. അവർ കെട്ടിപ്പൊക്കുന്നൊരു കടയാണ്. അവിടെ വിവിധ ഡിഷസൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. വെറൈറ്റി ഓഫ് ഡിഷസ് മെയ്ഡ് ഫ്രം ടാപ്പിയോക്ക, ജാക്ക് ഫ്രൂട്ട്സ്, മില്ലറ്റ്, ട്യൂബേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് വെതർ. അപ്പോൾ ടാപ്പിയോക്ക എന്ന് വെച്ചാൽ എന്താണ്? കപ്പ, ജാക്ക് ഫ്രൂട്ട് ചക്ക, മില്ലറ്റ് എന്ന് പറയുമ്പോൾ ചെറുധാന്യങ്ങൾ, ചാമ എന്നൊക്കെ പറയും. ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ്. ഓക്കെ, മെനി ഫുഡ് ഐറ്റംസ് ലൈക്ക് ലഡു, ഹൽവ, പായസം, കേക്ക്സ്, സ്വീറ്റ്സ് ആൻഡ് പിക്കിൾസ് വെർ ഓൾസോ ദെയർ. അപ്പോൾ വേറെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, പിന്നെ പിക്കിൾസ് എന്ന് വെച്ചാൽ അച്ചാർ മാത്രമല്ല, ഉപ്പിലിട്ട് വെക്കുന്ന എന്തിനേയും നമ്മൾ പിക്കിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, മാങ്ങ, ക്യാരറ്റ്, പൈനാപ്പിൾ ഇതൊക്കെ ഉപ്പിൽ വെച്ചാലും നമുക്കതിന് പിക്കിൾ എന്ന് പറയാൻ പറ്റും. ഓ, സീയിങ് ഓൾ ദോസ് മൈ മൗത്ത് വാട്ടേഡ്. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ നാവിലിങ്ങനെ വെള്ളം ഓടുകയാണ്, കപ്പലോടുകയാണ്. ദെൻ ആ ക്ലാസ് ടീച്ചർ ഓൾസോ ജോയിൻഡ് അസ്. അതിനുശേഷം നമ്മുടെ ടീച്ചർ നമ്മുടെ കൂടെ വന്നു. ടീച്ചർ ബോട്ട് സ്വീറ്റ്സ് ആൻഡ് പായസം. അപ്പോൾ നമുക്ക് ടീച്ചർ എന്താണ് വാങ്ങിച്ചു തന്നത്? സ്വീറ്റായിട്ടുള്ള മിഠായികളും പായസമൊക്കെ വാങ്ങിച്ചു തന്നു. ഹൗ ടേസ്റ്റി ഇറ്റ് വാസ്. എന്ത് രുചിയായിരുന്നു. ദീസ് ഫ്ലേവേഴ്സ് സ്റ്റിൽ സ്റ്റേ ഓൺ മൈ ടങ്. അതിൻ്റെയൊക്കെ ടേസ്റ്റ്, രുചി ഇപ്പോഴും എൻ്റെ നാവിൽ തങ്ങി നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹാവ് യു റെഡ് ദ ഡയറി എൻട്രി ഓഫ് എ സ്റ്റുഡൻറ്റ് നെയ്മഡ് സിബി. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദ ഡയറി എൻട്രി. അപ്പോൾ ഇത് ആരുടെ ഡയറി എൻട്രിയാണ്? സിബി എന്നൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡയറി കുറിപ്പാണല്ലേ. അപ്പോൾ ഈ കുട്ടി എന്തൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്? കപ്പ, ചക്ക, ചെറുധാന്യങ്ങൾ, ലൈക്ക് കിഴങ്ങ്, ട്യൂബേഴ്സ്, ഫ്രൂട്ട്സ്, പായസം, കേക്ക്, സ്വീറ്റ്സ്, പിക്കിൾസ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എടുത്തെഴുതാം. ദ ഫുഡ് വി ഈറ്റ് ഹാസ് എ വെരി ലോങ് ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്, അതായത് ചരിത്രമുണ്ട്. ഡോണ്ട് യു വിഷ് ടു നോ ദാറ്റ് ഹിസ്റ്ററി? അപ്പോൾ നിങ്ങൾക്ക് ആ ചരിത്രം അറിയാൻ താല്പര്യമില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് ടോപ്പിക് എന്താണ് നമ്മുടെ ഇന്നത്തെ? ഒബ്റ്റെയിനിങ് ഫുഡ്. ഒബ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ സമ്പാദിക്കുക. ഓക്കെ, ഫുഡ് എന്ന് വെച്ചാൽ ഭക്ഷണം. അപ്പോൾ ഭക്ഷണ സമ്പാദനം. യു നോ ദാറ്റ് ഫുഡ് ഇസ് വൺ ഓഫ് ദി എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഫോർ ഹ്യൂമൻ സർവൈവൽ. അപ്പോൾ നമ്മുടെയൊക്കെ നിലനിൽപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഫുഡ് അല്ലേ, ഭക്ഷണം. ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കാണ്ട് പല ആൾക്കാർക്കും ജീവിക്കാൻ പറ്റില്ല. ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ദെയർ ഫുഡ് ഡ്യൂറിങ് ഏർലി ടൈംസ് വാസ് മെയിൻലി ലീവ്സ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ് ആൻഡ് ഗ്രെയിൻസ്. അപ്പോൾ പണ്ട് കാലത്ത്
എന്തൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള ഭക്ഷണങ്ങൾ? ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയൊക്കെയായിരുന്നു ജീവികളുടെ ഭക്ഷണം. ബിസൈഡ്സ് സം ക്രീച്ചേഴ്സ് കിൽഡ് അതർ ക്രീച്ചേഴ്സ് ആൻഡ് ഹാഡ് ദെയർ ഫുഡ്. അപ്പോൾ ചില ജീവികൾ എന്ത് ചെയ്യും? മറ്റു ജീവികളെ കൊന്നിട്ട് അതിനെ ഭക്ഷണമാക്കി കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് ഹ്യൂമൻസ് വെർ ഓൾസോ ലൈക്ക് ദാറ്റ്. തുടക്കത്തിൽ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. മറ്റുള്ള ജീവികളെ കൊന്നിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്ക്. എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു 4 പേര് കൂടെ ഒരു കുന്തൊക്കെ പിടിച്ചിട്ട് ഒരു മാനിനെ വേട്ടയാടുകയാണ്. സെക്കൻഡ് പിക്ചർ, ആ മാനിനെ കൊന്നിട്ട് കൊണ്ടുവരികയാണ്. പിന്നെന്താ, ഒരു കമ്പ്, ഒരു മൊനയുള്ള ഒരു കമ്പ് വെച്ചിട്ട് മീനിനെ കുത്തിയെടുക്കുകയാണ്. ഇതുപോലെ വേറൊരു ടൂൾ നോക്കിവിടെ, വേറൊരു ഷേപ്പുള്ളൊരു ടൂൾ വെച്ചിട്ട് മീനിനെ പിടിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരാൾ എന്താ, വേറെ ഏതോ ഒരു ജീവിയെ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദ പിക്ചേഴ്സ് ഗിവൻ അബവ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ബൈ ഏർലി ഹ്യൂമൻസ്. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഏർലി ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനം, അതായത് ഫുഡ് ഒബ്റ്റെയിനിങ്, അതിനെക്കുറിച്ചാണ് ഈ പിക്ചേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഈ പിക്ചേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്ന്, ദേ ഗ്യാതേർഡ് ഫുഡ്, അവർ ഫുഡൊക്കെ ഗ്യാദർ ചെയ്യുമായിരുന്നു, അതായത് ശേഖരിക്കുമായിരുന്നു. പിന്നെന്താ, അവർ ഹണ്ട് ചെയ്യുമായിരുന്നു അല്ലേ? നമുക്ക് പറയാൻ പറ്റും ദേ ഹണ്ടഡ് ഫുഡ്. ഹണ്ട് എന്ന് ഞാനിവിടെ എഴുതാം, നോട്ട്സൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ തരാം. പിന്നെന്താ, അവർ ഫിഷിങ് ചെയ്യുമായിരുന്നു. ഫിഷിങ് എന്നും എനിക്ക് പറയാൻ പറ്റും. വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്. അപ്പോൾ ഇങ്ങനെ വേട്ടയാടിയിട്ടും ശേഖരിച്ചൊക്കെ എന്തൊക്കെ ഫുഡായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, പിന്നെന്താ, നമുക്ക് മീറ്റ് അല്ലെങ്കിൽ എന്ത് പറയാം, ആനിമൽ, പിന്നെ ഫിഷസ് അല്ലേ, ഫിഷസിനും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഫയർ ഇൻ ഫുഡ്. ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റോറി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഫയർ എന്ന് വെച്ചാൽ തീ, ഫുഡ് എന്ന് വെച്ചാൽ ഭക്ഷണം. അപ്പം തീയും ഭക്ഷണവും. Did the early humans cook the food items they had obtained through hunting and other means? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ ഇവർ വേട്ടയാടി കൊണ്ടുവരുന്ന ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടാണോ കഴിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഈ ഗ്രീൻ ബോക്സിലുള്ള കാര്യമാണ് ഫസ്റ്റ് വായിക്കുന്നത്. ഫയർ, പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ. തീ, പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഉൽപ്പാദനം, കൺട്രോൾ എന്ന് വെച്ചാൽ നിയന്ത്രണം. Humans observed that fire was produced when the dry branches of trees rubbed against each other or against the surface of rocks. അപ്പോൾ മനുഷ്യന്മാരെന്താണ് കണ്ടുപിടിക്കുന്നത്, എന്താണ് ഒബ്സർവ് ചെയ്യുന്നത് വെച്ചാൽ, ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരയുമ്പോൾ, അതായത് റബ്ബ് ചെയ്യുമ്പോഴാണ് തീ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഈ ഉണങ്ങിയ മരം പോയിട്ട് ഒരു റോക്കിൻ്റെ സർഫസിൽ, പാറപ്പുറത്തുരയുമ്പോഴാണ് തീ ഉണ്ടാവുന്നത്. Thus, they learned that fire could be made by rubbing dry woods against rocks or by rubbing stones. അപ്പോൾ ഇവരെന്താണ് മനസ്സിലാക്കുന്നത്? ഉണക്കമരം പാറയിൽ ഉരച്ചിട്ടോ അല്ലെങ്കിൽ കല്ലുകൾ 2 സ്റ്റോൺസ് എടുത്ത് കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്നവർക്ക് മനസ്സിലായി. ഇനി ഇവിടെ വായിക്കാം. ഓക്കെ, In earlier times, they ate food raw as they did not know the use of fire. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ എന്താ, ഒരാൾ ഒരു മൃഗത്തിനെ പച്ചയ്ക്ക് കഴിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം ഈ മനുഷ്യന്മാർക്കൊന്നും അറിയാത്തതുകൊണ്ട് അവർ കിട്ടിയതിനെ പച്ചയ്ക്ക് അങ്ങ് കഴിക്കുമായിരുന്നു. ബട്ട് വെൻ ദേ ലേൺ ടു യൂസ് ദ ഫയർ ഇൻ എ കൺട്രോൾഡ് മാനർ ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ആൻഡ് ഈറ്റ്. പക്ഷേ ഇവരെന്താണ് പഠിക്കുന്നത്? തീ എങ്ങനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാമെന്നവർ പഠിച്ചു. ഓക്കെ, അങ്ങനെ പഠിച്ചതിന് ശേഷം അവർ ഭക്ഷണം വേവിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി, കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, കാട്ടുതീയൊക്കെ വരുമ്പോൾ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് കത്തിക്കുന്നത്. കുറേ തീ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ തീപിടുത്തം പോലെയാണോ ഉണ്ടാക്കുന്നത്? അല്ല, അടുപ്പിൽ ഒരു 2-3 വിറക് കഷ്ണം എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. കൺട്രോൾഡാണ്, നിയന്ത്രിച്ചിട്ടാണ് നമ്മൾ തീ ഉപയോഗിക്കുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പരിശീലിച്ചതോടെ നമ്മുടെ ഈ ആദിമ മനുഷ്യന്മാർ ഈ മാംസമൊക്കെ കുക്ക് ചെയ്തിട്ടും വേവിച്ചിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. യൂസ് ഓഫ് ഫയർ ഫോർ കുക്കിംഗ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. അപ്പോൾ തീ ഉപയോഗിക്കാൻ പഠിച്ചത് ഈ മനുഷ്യന്മാരുടെ ഭക്ഷണ രീതിയിലുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണ്. ദ ഫസ്റ്റ് കുക്ക്ഡ് ഫുഡ് ദേ ഏറ്റ് വാസ് പ്രോബബ്ലി ദ മീറ്റ് ഓഫ് ഡെഡ് ആനിമൽസ് ഇൻ വൈൽഡ് ഫയർ. അപ്പോൾ വൈൽഡ് ഫയർ എന്ന് വെച്ചാൽ കാട്ട് തീയിലൊക്കെ പെട്ടിട്ട് മൃഗങ്ങൾ ചത്തുപോകും അല്ലേ? അപ്പോൾ തീ കാരണം ഇവരുടെ മാംസമൊക്കെ വെന്ത് പോവും ചെയ്യും. അപ്പോൾ അതായിരിക്കും ഇവരാദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ലേണിംഗ് ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾ ഫയർ ദേ ബിഗാൻ ടു കുക്ക് മീറ്റ് ആൻഡ് ഫിഷ്. പിന്നെ ഇവരെന്താണ് പരിശീലിക്കുന്നത്? എങ്ങനെ തീ നിയന്ത്രിച്ച് ഉപയോഗിക്കാം
എങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഫയറിനെ യൂസ് ചെയ്യാം എന്ന് പഠിച്ചതിന് ശേഷം ഇവരെന്താണ് കുക്ക് ചെയ്തിട്ട് മീറ്റും ഫിഷൊക്കെ, അതായത് മാംസവും മത്സ്യങ്ങളെയൊക്കെ വേവിച്ച് കഴിക്കാൻ തുടങ്ങി. ഗ്രാജുവലി എന്ന് വെച്ചാൽ ക്രമേണ ദേ ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. റോസ്റ്റ് എന്ന് വെച്ചാൽ ചുട്ടെടുക്കുക. റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് എന്താ, വേരുകളും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇവർ ചുട്ട് കഴിക്കാൻ തുടങ്ങി, മാംസവും മത്സ്യവും അല്ലാതെ. ദാറ്റ് ഈസ് ഹൗ ഹ്യൂമൻസ് ഡെവലപ്പ് ദ കൾച്ചർ ഓഫ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. അങ്ങനെയാണ് ഈ ഫുഡൊക്കെ പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് മനുഷ്യന്മാർ എത്തിച്ചേരുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് മനസ്സിലായോ എവിടെ നിന്നാണ് ഈ കുക്കിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നതെന്ന്? ഇനി അടുത്ത ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കാം. ദ നൊമാഡിക് മാൻ ഹണ്ടഡ് ആൻഡ് ഗ്യാതേർഡ് ഓൺലി ദ ഫുഡ് ദേ നീഡഡ് ഫോർ ദ ഡേ. അപ്പോൾ നൊമാഡിക് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് സെറ്റിൽഡ് അല്ലാണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ നൊമാഡിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരിക്കുന്ന മനുഷ്യന്മാർ വേട്ടയാടിയിട്ടും ശേഖരിച്ചും അന്നേക്ക് വേണ്ട ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. ഓക്കെ, അവർ കൂടുതലൊന്നും ശേഖരിച്ച് വെക്കില്ലായിരുന്നു. ലേറ്റർ ദേ വർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് സം അതർ മീൻസ് ടു ഒബ്റ്റെയിൻ ഫുഡ്. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അവർ നിർബന്ധിതരാവുകയാണ്. എന്തിന്? മറ്റ് മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഡെയിലി അന്നേക്ക് വേണ്ട ഭക്ഷണം മാത്രം കണ്ടുപിടിക്കുന്നത് കൊണ്ട് കാര്യം നടക്കില്ല, ഇനിയും വേറെ എന്തെങ്കിലും മെത്തേഡ്സ് കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആ മനുഷ്യന്മാരെ ഭക്ഷണ സമ്പാദനത്തിന് മറ്റ് മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? അതാണ് ചോദ്യം. വാട്ട് വെർ ദ പോസിബിൾ കണ്ടീഷൻസ് ദാറ്റ് ഫോഴ്സ്ഡ് ഏർലി ഹ്യൂമൻസ് ഫൈൻഡ് അതർ വേസ് ടു ഒബ്റ്റെയിൻ ഫുഡ്? അപ്പോൾ ഒന്നെന്താണ്? സ്കാർസിറ്റി ഓഫ് ഫുഡ് അല്ലേ. സ്കാർസിറ്റി എന്ന് വെച്ചാൽ ഒരു സാധനം ലഭിക്കാതിരിക്കുക, ലഭ്യതക്കുറവ് കേട്ടോ, ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്. റൈസ് ഇൻ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ആൾക്കാരുടെ എണ്ണം കൂടുക, ജനസംഖ്യ കൂടുക. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ എന്താ? പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. പിന്നെ എന്തൊക്കെ കാരണങ്ങളായിരിക്കാം? സീസണൽ ചേഞ്ചസ് അല്ലേ. ഓരോ സീസൺ മാറുമ്പോഴും ഇവർക്ക് പുറത്ത് പോയി ഹണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. റെയിനി സീസണിലും മഞ്ഞുകാലത്തൊക്കെ ഇവർക്ക് അങ്ങനെ പോയിട്ട് ഹണ്ട് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. പിന്നെന്താ നമുക്ക് പറയാം? നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? വെള്ളപ്പൊക്കം, എർത്ത് ക്വേക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ത്? പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ. ഇനി എന്താ? പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഉൽപ്പാദനം. ഭക്ഷണം ഇവർ ഉൽപ്പാദിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ദ ഡെയിലി ഫുഡ്. അപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇണക്കിയിട്ട് വീട്ടിൽ വളർത്തുക. നമ്മളിപ്പോൾ പട്ടിയും പൂച്ചേനൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്തുകയാണ്. ഡൊമസ്റ്റിക് ആനിമലാന്ന് പറയുന്നത് നമ്മൾ കൗ, ഇവരൊക്കെ ഇണക്കി വളർത്താൻ തുടങ്ങി. ആൻഡ് പ്ലാന്റ്സ് ഫോർ ദ ഡെയിലി ഫുഡ്. അപ്പോൾ ഇവരെന്താ? പ്ലാന്റ്സ് ഒക്കെ നട്ട് വളർത്താനും തുടങ്ങി, അതിനെയൊക്കെ പരിപാലിച്ച് വളർത്താൻ തുടങ്ങി. ഇനീഷ്യലി ദി ഡൊമസ്റ്റിക്കേറ്റഡ് ഷീപ്പ് ആൻഡ് ഗോട്ട്സ് ഫോർ ഫുഡ്. അപ്പോൾ തുടക്കത്തിൽ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് അവർ ആട്, ചെമ്മരിയാട് എന്ന മൃഗങ്ങളെ ആയിരുന്നു ഇണക്കിയിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിനെ കുക്ക് ചെയ്ത് കഴിക്കാമല്ലോ. ഇനി ഗ്രീൻ ബോക്സിൽ നോക്കുക, 2 മനുഷ്യന്മാരുണ്ട്, അവരുടെ കൂടെ ഒരു പട്ടിയുണ്ട്. ഡോഗ് വാസ് ദ ഫസ്റ്റ് ആനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻസ്. അപ്പോൾ ഡോഗായിരുന്നു ആദ്യമായിട്ട് മനുഷ്യന്മാർ ഇണക്കി വളർത്തിയ ആനിമൽ. സിൻസ് ഡോഗ്സ് വാസ് ഈസിലി ടേമബിൾ ദേ വർ യൂസ്ഡ് ഫോർ വാച്ചിങ് ആൻഡ് ഹണ്ടിങ്. അപ്പോൾ ടേമബിൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇണങ്ങി ചേരുന്ന, ഡോഗ്സിനൊക്കെ പെട്ടെന്ന് ഇണക്കിയെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവരെ കാവലിനായിട്ടും വേട്ടയാടാനും ഒക്കെ കൊണ്ടുപോകായിരുന്നു. ഹവെവർ വെൻ ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ With the spread of agriculture, humans started to domesticate other animals for food and other needs. പക്ഷേ കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും വീട്ടിൽ ഡൊമസ്റ്റിക് ആയിട്ട് വളർത്താൻ തുടങ്ങി. ലൈക്ക് കൗ, കാള. ഈ നിലമൊക്കെ ഉഴുതുമറിക്കാനൊക്കെ നമ്മൾ കാളയൊക്കെ വളർത്തുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ. നെക്സ്റ്റ്, early humans might have started thinking about agriculture when they noticed seedlings sprouting from discarded food items. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണ ഉൽപ്പാദനത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? അഗ്രികൾച്ചറിലൂടെയാണല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇവർ അഗ്രികൾച്ചറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വലിച്ചെറിഞ്ഞ ഭക്ഷ്യ വസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആവാം ആദിമ മനുഷ്യന്മാർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫ്രൂട്ട് കഴിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക, വിത്ത് അല്ലെങ്കിൽ കുരു വലിച്ചെറിഞ്ഞു വിചാരിക്കുക. അവിടെ കുറേ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുഞ്ഞു തൈ മുളച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഓ, ഇവിടെ നിന്നാണല്ലേ അപ്പോൾ വിത്തും തൈയൊക്കെ മുളയ്ക്കുന്നത്. അതുപോലെ ആയിരിക്കാം ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവർ വലിച്ചെറിയുന്ന ഭക്ഷണത്തിൽ നിന്ന്
എന്തെങ്കിലുമൊക്കെ സീഡ്സിൽ നിന്നൊക്കെ സ്പ്രൗട്ട് ചെയ്യും, കുഞ്ഞ് തൈകൾ മുളച്ച് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് അവർ എന്തുകൊണ്ട് നട്ടുകൂടാ, ഇനി അതൊരു കൃഷിയാക്കി മാറ്റിക്കൂടാന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. ഇഫ് ദ സീഡ്സ് വെയർ ലെഫ്റ്റ് ഓൺ ദ റോക്ക് ദേ വുഡ് ഡ്രൈ ഔട്ട്. അപ്പോൾ ഇവരെന്താണ് മനസ്സിലാക്കുന്നത്, പാറപ്പുറത്താണ് ഈ വിത്തൊക്കെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത് ഉണങ്ങിപ്പോവും. ഇഫ് പുട്ട് ഇൻ വാട്ടർ ദേ വുഡ് ഗെറ്റ് റോട്ടൺ. അപ്പോൾ അത് വെള്ളത്തിലിട്ടാലാണെങ്കിലോ ചീഞ്ഞു പോവും. ഹവെവർ ഹ്യൂമൻസ് ലേൺ ദാറ്റ് സീഡ്സ് ജെർമിനേറ്റ് ഇൻ മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ. പക്ഷേ ഇവർ ചെറിയ ചൂടൊക്കെയുള്ള ഈർപ്പമുള്ള മണ്ണിലാണ് ഇത് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് മുളയ്ക്കും. അവിടെ വിത്ത് മുളച്ച് അതൊരു തൈയായി മാറുമെന്നവർക്ക് മനസ്സിലാവുകയാണ്. ദസ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്പ് സ്റ്റാർട്ടഡ്. ഇങ്ങനെയാണ് കൃഷി ആരംഭിക്കുന്നത്. Then the edible plants, roots and saplings were selected, planted and cultivated. അതിനുശേഷം ഇവരെന്താ ചെയ്യുന്നത്, ഭക്ഷ്യയോഗ്യമായ, അതായത് എല്ലാ ചെടിയും കൊണ്ട് നട്ടിട്ട് കാര്യമൊന്നുമില്ല അല്ലേ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെടികളൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ചെടികളും വേരുകളും വൃക്ഷത്തിൻ്റെ തൈകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് അത് നടാനും അതിന് കൃഷി ചെയ്യാനും ഒക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്യാണ്. In the early days, wheat, barley, little millet and tubers were cultivated. അപ്പോൾ പണ്ട് കാലത്ത് എന്താണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗോതമ്പ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ് എന്ന് വെച്ചാൽ ചാമ, ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ്. റിവർ ബാങ്ക്സ് എന്ന് വെച്ചാൽ നദീതടങ്ങളിലാണ് ഇവർ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാവാം, യെസ്, അവിടെ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ ഉണ്ടായിരുന്നു. അവിടെ ആവശ്യത്തിന് വെള്ളവും വളക്കൂറുള്ള മണ്ണും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫോളോയിങ് ദിസ് പീപ്പിൾ ഹു വാണ്ടേർഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ബിഗാൻ ടു സെറ്റിൽ നിയർ ഫാംസ്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യന്മാരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിക്കാൻ തുടങ്ങി. അതായത് അവർ സെറ്റിൽ ആവാൻ തുടങ്ങി, നൊമാഡിക് ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ട് സെറ്റിൽ ആവാൻ തുടങ്ങി. വാട്ട് അഡ്വാൻറ്റേജസ് മൈറ്റ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ ദി അഗ്രികൾച്ചറൽ സൈറ്റ്സ്. അപ്പോൾ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് ഇങ്ങനെ സെറ്റിൽ ആവുന്നത് കൊണ്ട് അവർക്ക് എന്ത് ഗുണം ഉണ്ടായിട്ടുണ്ടാവുക, ദേ കുഡ് പ്രൊട്ടക്ട് ദി അഗ്രികൾച്ചറൽ സൈറ്റ്സ്, അതായത് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ പറ്റി. ദർ വാസ് നോ നീഡ് ടു വാണ്ടർ അറൗണ്ട് ഇൻ സെർച്ച് ഫോർ ഫുഡ്. അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഇൻക്രീസ്, അതായത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത, അവൈലബിലിറ്റി വർദ്ധിക്കുകയാണ്. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. അപ്പോൾ ചെടിക്ക് വെള്ളമൊക്കെ നനച്ചു കൊടുത്താൽ അതങ്ങ് വളരും. അപ്പോൾ കുറച്ച് ടൈം ഇവർക്ക് റെസ്റ്റ് ചെയ്യാൻ കൂടെ കിട്ടി, വിശ്രമത്തിന് സമയം കിട്ടുകയാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ്. ഇനി ഉൽപ്പാദനം നമ്മൾ പഠിച്ചു, ഇനി എന്താ ചെയ്യുക, ഇതൊക്കെ സംഭരിച്ച് എവിടെയെങ്കിലും വെക്കണമല്ലേ, സൂക്ഷിച്ച് വെക്കണം എവിടെയെങ്കിലും. ഏർലി ഹ്യൂമൻസ് ഗ്യാതേർഡ് ദെയർ ഫുഡ് ഓൺലി ഫോർ ദെയർ ഡേ ടു ഡേ ലൈഫ്. അപ്പോൾ നമ്മൾ പഠിച്ചു ആദിമ മനുഷ്യർ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് വിത്ത് ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഹ്യൂമൻസ് ഗോട്ട് മോർ ഫുഡ് ദാറ്റ് ദേ നീഡഡ്. പക്ഷേ കൃഷി പുരോഗതിയൊക്കെ ഉണ്ടായതിന് ശേഷം, അത് വ്യാപിച്ചതിന് ശേഷം മനുഷ്യന്മാർക്ക് ആവശ്യത്തിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാൻ തുടങ്ങി. അതായത് കുറേ നെല്ല് നമുക്ക് കഴിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലേ, അപ്പോൾ അതിൽ കൂടുതലുള്ള ഫുഡ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. സ്പെഷ്യൽ ഫെസിലിറ്റീസ് വെ നീഡഡ് ടു സ്റ്റോർ വാട്ട് വാസ് ലെഫ്റ്റ് ഓവർ ആഫ്റ്റർ ദ ഡെയിലി റിക്വയർമെൻറ്റ്. അപ്പോൾ ഡെയിലി ആവശ്യം കഴിഞ്ഞതിന് ശേഷം ബാക്കിയായവ സൂക്ഷിച്ച് വെക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഒരു അവസ്ഥ വരും. വാട്ട് വുഡ് ദേ ഹാവ് യൂസ് ടു സ്റ്റോർ എക്സസ് ഫുഡ്. അപ്പോൾ എന്തിലായിരിക്കാം ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക ഈ ഭക്ഷണങ്ങൾ. ഫസ്റ്റ് വണ്ണാണ് പോട്രി. പോട്രി എന്ന് വെച്ചാൽ മൺപാത്രങ്ങൾ. ബാഗ്സ് മെയ്ഡ് ഓഫ് ആനിമൽ സ്കിൻ, അതായത് മൃഗത്തിൻ്റെ തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ. ബാസ്ക്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബൂ റീഡ്, അതായത് ബാംബൂ റീഡ് എന്ന് പറയുമ്പോൾ ഈറ കൊണ്ട് നിർമ്മിച്ച ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ കൂട്ട. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പുറത്തൊക്കെ ഇങ്ങനത്തെ കൂട്ട വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ കൂട്ട. പിന്നെ എന്തായിരിക്കാം, പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഹോളോ ട്രീ ട്രങ്ക്സ് എന്ന് പറയാം. അതായത് പൊള്ളയായിട്ടുള്ള മരത്തിൻ്റെ, നമ്മളിപ്പം മരം മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൊള്ളയാണെങ്കിൽ നമുക്കതിനെ ഒരു സ്റ്റോറേജ് ഡബ്ബയായിട്ട് യൂസ് ചെയ്യാം അല്ലേ, ഹോളോ ട്രീ ട്രങ്ക്സ്. പിന്നെന്താ, അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് അല്ലേ, കുഴിച്ചിട്ടിട്ടുണ്ടാവാം, അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ്. ഓക്കെ, ഇതൊക്കെ ആവാം അവർ സൂക്ഷിച്ച് വെക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ ഒരു ഗ്രീൻ ബോക്സ് നോക്കാം. ഏർലി അഗ്രികൾച്ചറൽ ടൂൾസ്, അതായത് ആദ്യകാലത്ത് കാർഷിക ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. The earliest agricultural tools used by humans were sticks, stones, horns and bones. എന്തൊക്കെയാ, കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. സ്റ്റിക്സ്, സ്റ്റോൺസ്, ഹോൺസ് ആൻഡ് ബോൺസ്. എന്തൊക്കെയാണ്, കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്.
ഇതൊക്കെയാണ് ഇവർ ടൂൾസായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദീസ് ടൂൾസ് വെ യൂസ് ടിൽ ദ സോയിൽ ആൻഡ് സോ ദ സീഡ്സ്. അപ്പോൾ മണ്ണ് ടില്ല് ചെയ്യാന്ന് വെച്ചാൽ മണ്ണ് ഇളക്കിയിട്ട് പിന്നെ വിത്ത് കുഴിച്ചിടാനൊക്കെയാണ് ഈ ഉപകരണങ്ങൾ ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനിയുള്ള പാരഗ്രാഫ് വായിക്കാം. ആസ് വി നോ മഡ് ബ്രേക്സ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. അപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യമാണ് മൺകട്ട, ഈ ഒരു ചളിക്കട്ടയൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് അത് അലിഞ്ഞു പോകും. ബട്ട് ഹ്യൂമൻസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇഫ് സോയിൽ ഇസ് നീഡഡ്, മോൾഡഡ് ആൻഡ് ബേക്ക്ഡ് ഇൻ ടു പോട്ട്സ്, വാട്ടർ ക്യാൻ ബി കളക്റ്റഡ് ആൻഡ് ബോയിൽഡ് ഇൻ ദം. പക്ഷെ മനുഷ്യന്മാരെന്താണ് മനസ്സിലാക്കുന്നത്? ഈ കളിമണ്ണെടുത്ത് നീഡ് ചെയ്യാന്ന് വെച്ചാൽ കുഴച്ച് മോൾഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഷേപ്പിലാക്കി എടുക്കുക, രൂപപ്പെടുത്തി എടുക്കുക ഒരു ഷേപ്പിൽ. ആൻഡ് ബേക്ക്ഡ്, ചുട്ടെടുത്ത് കഴിഞ്ഞാൽ വെള്ളം അതിൽ നമുക്ക് ശേഖരിച്ച് വെക്കാനും പറ്റും, വെള്ളം അത് അടുപ്പത്ത് വെച്ച് വെള്ളം അതിൽ ചൂടാക്കാനും പറ്റുമെന്ന് മനസ്സിലായി. എന്താണ്? കളിമണ്ണെടുത്ത് കുഴച്ച് ഷേപ്പാക്കി അതിനെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇൻ ഏർലിയർ ഡേയ്സ് പോട്ടറി വാസ് മെയ്ഡ് ബൈ നീഡിങ് ക്ലേ വിത്ത് ഹാൻഡ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. As agriculture became widespread, earthenware of various types and sizes were needed to store grains. പക്ഷെ കൃഷി ഇങ്ങനെ വ്യാപിച്ചു വരികയാണ്. അത് അങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാൻ പല പല ഷേപ്പിലും സൈസിലൊക്കെ ഉള്ള പാത്രങ്ങൾ ആവശ്യമായിട്ട് വരികയാണ്. ദേ വർ ഓൾസോ യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ്. പിന്നെ ഈ മൺപാത്രങ്ങളിൽ ഇവർ ഭക്ഷണം കുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. The discovery of wheel to make pottery was a major turning point in human history. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്നൊരു വലിയ വഴിത്തിരിവ് എന്തായിരുന്നു? ഈ വീലില്ലേ, ഈ ഒരു പിക്ചറിൽ നോക്കുക, ഈ ഒരു ചക്രം, പോട്രി ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ആ ഒരു ചക്രം കണ്ടുപിടിക്കുന്നത് ഈ ഒരു വലിയ ചക്രമാണ്. അതിങ്ങനെ കറക്കിയിട്ടല്ലേ പോട്ട്സ് ഉണ്ടാക്കുക. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു വലിയ വഴിത്തിരിവാണ്. കാരണം ഇവർക്കിപ്പം മൺപാത്രങ്ങൾ വളരെ കൂടുതലായിട്ട് ആവശ്യം വരികയാണ്. സ്റ്റോർ ചെയ്യാൻ ആവശ്യമുണ്ട്, കുക്ക് ചെയ്യാൻ ആവശ്യമുണ്ട്. അതോടെ ഇവരെന്താ, നമുക്ക് ഒരു കാര്യം ആവശ്യം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് കണ്ടുപിടിക്കില്ല, അതുപോലെ കണ്ടുപിടിച്ചൊരു സംഭവമാണ് എന്ത്? ഈ ചക്രം. അത് കണ്ടുപിടിച്ചതോടെ ഈസി ആയല്ലേ നിർമ്മാണം. ദിസ് ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് പോട്ടറി. അപ്പോൾ നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ എളുപ്പമായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വ്യാപിക്കും. There is evidence of granaries constructed in early times to store food grains. അപ്പോൾ ഇനി ഗ്രാനറി എന്താണ്? ഗ്രാനറി എന്ന് വെച്ചാൽ ധാന്യപ്പുര, അതായത് ധാന്യങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നൊരു ഇടം. അപ്പോൾ ഇതിനൊക്കെ പ്രൂഫ് ഉണ്ടെന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു എന്നതിന് പ്രൂഫ് ഉണ്ട് എന്നാണ് പറയുന്നത്. എവിടെ ഉണ്ടെന്ന്? The Indus Valley Civilization or Harappan Civilization was a river valley civilization that existed in ancient India. ഇത് നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ ഇപ്പോൾ വെറുതെ പറയുകയാണെങ്കിൽ പണ്ട് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാന ഫീച്ചർ എന്തായിരുന്നു? ഗ്രാനറി അഥവാ ധാന്യപ്പുരകളായിരുന്നു. ഓക്കെ, ദേ വർ ബിൽറ്റ് ഓഫ് ബ്രിക്സ്. ഇഷ്ടിക കൊണ്ടായിരുന്നു ഈ ധാന്യപ്പുരകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഗ്രെയിൻസ് വർ ബ്രോട്ട് ഫ്രം ഡിസ്റ്റൻറ്റ് വില്ലേജസ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദീസ് ഗ്രാനറീസ്. ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗ്രാനറി ഉണ്ടെന്നുള്ള എവിഡൻസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്നിട്ട്. ഓക്കെ, നമ്മളെങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ബിഗ് ജാർസ് നെയ്മഡ് ഭരണി, എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ലാർജ് വുഡൻ ബിൻസ് നെയ്മഡ് പത്തായം, എല്ലാ വീടുകളിലും ഒരു പത്തായം മുറി എന്നൊക്കെ പറയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നെല്ലൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു വലിയ ബോക്സാണ്, കട്ടിൽ പോലെ ഉണ്ടാവും, അതാണ് ഈ പത്തായം. ഓക്കെ, ഭരണി എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ അച്ചാർ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്നൊരു ഭരണി. അപ്പോൾ ഇതൊക്കെയാണ്, ഭരണിയും പത്തായൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വേറെ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടായിട്ടുണ്ടാവാമെന്ന് അപ്പൂപ്പനോടും അമ്മൂമ്മയോടൊക്കെ ചോദിച്ചു നോക്കാം. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്. ഇനിയിപ്പോൾ സൂക്ഷിച്ച് വെച്ചു, ഇനി എന്താ? എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ കൈമാറ്റം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഡിഡ് early humans simply store excess food items or later use only? For later use only. അപ്പോൾ ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷണം
ഇങ്ങനെ വെറുതെ സൂക്ഷിച്ച് വെക്കുക മാത്രമാണോ ചെയ്തിട്ടുണ്ടാവുക? നോക്കാം. The excess food was not only stored for later use but also exchanged with those in need. വെറുതെ സൂക്ഷിച്ച് വെക്കുക മാത്രമല്ല, ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. How could such exchanges have taken place? എങ്ങനെയായിരിക്കാം ഈ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? In order to get what they needed, each one exchanged the goods they had stored with others. ഇപ്പോൾ ഇത് വിചാരിക്കുക, ഇത് നിങ്ങളുടെ ഫ്രണ്ടാണ്, ഓക്കെ, ഇത് നിങ്ങളും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 പെൻസിലുണ്ട്, ഈ കുട്ടിയുടെ 2 പെൻസിലില്ല, പക്ഷേ 2 ഇറേസർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇറേസർ നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട് ഒരു പെൻസിൽ നിങ്ങൾക്ക് തരുവാണ്. അപ്പോൾ എന്തായി? 2 പേരുടെ കയ്യിൽ ഒരു പെൻസിലും ഒരു ഇറേസറും, ഇവൻ്റെ കയ്യിലൊരു പെൻസിലും ഒരു ഇറേസറുമായി മാറും. അപ്പോൾ നമുക്ക് ആവശ്യമില്ല സാധനങ്ങളായി. ഇതുപോലെ തന്നെ പണ്ട് കാലത്ത് എന്താ, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷേ എൻ്റെ കയ്യിൽ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ അരിയുണ്ട്, ഗോതമ്പില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഗോതമ്പുണ്ട്, അരിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കുറച്ച് അരി കൊടുത്തിട്ട് ഗോതമ്പ് വാങ്ങിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് പൈസ കൊടുത്തിട്ട് അല്ലേ കടയിൽ പോയി ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, പക്ഷേ അതിന് പകരം എന്ത് ചെയ്യും? കയ്യിലുള്ള ഒരു സാധനം കൊടുത്തിട്ട് നമുക്ക് വേണ്ട മറ്റൊരു സാധനം അവരിൽ നിന്ന് വാങ്ങിക്കും. ഓക്കെ, ഇനി എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് കൈമാറ്റം നടന്നിരുന്നത്? Literary works from Sangamish indicate that exchange of food items existed in South India about 1500 years ago. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കൈമാറ്റം നിലനിന്നതായിട്ട് നമുക്ക് സംഗമേജിലെ കൃതികളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പീപ്പിൾ ഇൻ സച്ച് റീജിയൻ എക്സ്ചേഞ്ച് ദ ഫുഡ് ദേ കളക്റ്റഡ്, people in each region exchanged the food they collected with those in other regions and received what they needed from them. ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രദേശത്തുള്ളവർ മറ്റു പ്രദേശത്തിലുള്ളവർക്ക് അവർ കളക്ട് ചെയ്ത് വെച്ച ഫുഡ് ഐറ്റംസ് കൈമാറും. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കും. ഓക്കെ, those who lived in coastal areas exchanged dried fish and salt with those in other areas. കടൽ തീരങ്ങളിൽ താമസിച്ചവർ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഉണക്കമീനും ഉപ്പും കൊടുക്കുമായിരുന്നു. Instead, other food items and resources from the forest were accepted from others. കാടിൻ്റെ അടുത്തൊക്കെ ജീവിക്കുന്നവരെന്താ, ഈ വനപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ വനവിഭവങ്ങൾ, അതായത് കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ കൈമാറുമായിരുന്നു. the people lived in the plains, അതായത് സമതലങ്ങളിൽ ജീവിച്ചവർക്ക് അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റും. സമതലത്തിലല്ലേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റൂ. അവരെന്താ അപ്പം എക്സ്ചേഞ്ച് ചെയ്യുക? അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്യും. അതായത് എക്സാമ്പിൾ ആലോചിക്കുക, നോക്ക് ഈ പിക്ചർ നോക്ക്, ഇയാൾ മീൻ കൊടുക്കുകയാണ്, ഇയാളെന്താണ് മീറ്റാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ കാട്ടിൽ ജീവിക്കുന്ന ഒരാൾ മീറ്റാണ് കൊടുക്കുന്നത് കടൽ തീരത്ത് ജീവിക്കുന്ന ഒരാൾക്ക്, അയാൾ മീൻ തിരിച്ചു കൊടുക്കുകയാണ്. അതുപോലെ അഗ്രികൾച്ചർ ചെയ്തൊരു മൂന്നാമനുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? ഒരു ബൗളിൽ നമുക്ക് അരി കൊടുക്കുന്നു എന്ന് പറയും. ഓക്കെ, അയാൾ ഉണ്ടാക്കിയ കുറച്ച് അരി കൊടുക്കും. ഓക്കെ, സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്. ഇനി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു പുതിയൊരു വേർഡ് പഠിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു കൈമാറും. എന്താണ് ഇതിനൊരു പേരുണ്ട്. ബിഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് സിസ്റ്റം ഓഫ് കോയിനേജ്, അതായത് നാണയം വരുന്നതിന് മുമ്പ്, കോയിൻസ് വരുന്നതിന് മുമ്പ്, പൈസ വരുന്നതിന് മുമ്പ്, ദർ വാസ് എ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. ദിസ് മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ച് ഇസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം എന്നാണ് ഈ ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന് പറയുക. അതായത് പൈസ എന്നൊരു സാധനമേ ഇല്ല. കടയിൽ പോയി ഇപ്പം നിങ്ങൾ പാല് വാങ്ങാനാണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആണെങ്കിൽ എന്താ ചെയ്യുക? പാല് വാങ്ങിയിട്ട് പൈസ കൊടുക്കും. ഇത് പാല് വാങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടായ കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ, പൈസ ഇല്ല അവിടെ, സാധനങ്ങൾ മാത്രം എക്സ്ചേഞ്ച് ചെയ്യണം. അതിനെന്താ പറയുക? ബാർട്ടർ സിസ്റ്റം. ഓക്കെ, സച്ച് എക്സ്ചേഞ്ചസ് ബ്രോട്ട് ഔട്ട് മെനി ചേഞ്ചസ് ഇൻ സൊസൈറ്റി. അപ്പോൾ ഇത്തരം കൈമാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കി. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ലെഡ് ടു ട്രേഡ് ആൻഡ് ഇവൻച്വലി മാർക്കറ്റ്സ് വെർ ഫോംഡ്. അപ്പോൾ ഈ സാധനങ്ങളുടെ കൈമാറ്റം എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? കച്ചവടത്തിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ എന്ത് സംഭവിക്കുക? മാർക്കറ്റ്സ് ഉണ്ടാവുക, ചന്തകൾ ഉണ്ടാവാൻ തുടങ്ങി. ആൾക്കാർ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, പിന്നെ അതൊരു കച്ചവടമായി മാറി, പിന്നെ ചന്തകൾ ഉണ്ടാവാൻ തുടങ്ങി. മാർക്കറ്റ്സ് വെ ഡെവലപ്ഡ് ഇൻ ടു ട്രേഡിംഗ് സെൻറ്റേഴ്സ്. അപ്പോൾ ഈ ചന്തകളൊക്കെ എന്തായി? കച്ചവട കേന്ദ്രങ്ങളായി മാറി, അത് വികസിക്കുകയാണ്. പീപ്പിൾ വെൻ ടു ട്രേഡിംഗ് സെൻറ്റേഴ്സ് ടു ബൈ ആൻഡ് സെൽ ഗുഡ്സ്. ഈ കച്ചവട കേന്ദ്രങ്ങളിൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനും പോയി തുടങ്ങി. ആൻഡ് ദീസ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു urban സെൻറ്റേഴ്സ്. ഇതൊക്കെ മെല്ലെ മെല്ലെ നഗരങ്ങളായിട്ട് മാറുകയാണ്. ഓക്കെ, എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് അക്രോസ് ലാൻഡ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്തിനെക്കുറിച്ചാണ്?
നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് നമ്മൾ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഇനിയിപ്പോൾ അക്രോസ് ലാൻഡ്സ് എന്ന് പറഞ്ഞ ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ദി എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് വാസ് നോട്ട് കൺഫൈൻഡ് ടു എനി പെർട്ടിക്കുലർ റീജിയൻ. കൺഫൈൻഡ് എന്ന് വെച്ചാൽ ഒതുങ്ങിയിരിക്കുക. അപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിന്നിരുന്ന ഒരു കാര്യമല്ല. ദിസ് എക്സ്ചേഞ്ച് സ്പ്രെഡ് അക്രോസ് ലാൻഡ്സ്. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം നടന്നുകൊണ്ടിരുന്നു. സിൻസ് ഏർലി ടൈംസ് വി ഹാഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് വിത്ത് ഡിസ്റ്റൻറ്റ് ലാൻഡ്സ്. പണ്ട് കാലം തൊട്ടേ ദൂരദേശങ്ങളുമായിട്ട് നമ്മൾ ഈ വസ്തുക്കളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു, അതായത് കൈമാറ്റം ചെയ്യുമായിരുന്നു. ദീസ് എക്സ്ചേഞ്ചസ് വർ മെയിൻലി വിത്ത് ദ റോമൻസ്, ദ ചൈനീസ്, ദി അറബ്സ്, ദ പേർഷ്യൻസ് ആൻഡ് ദ ജൂസ്. അപ്പോൾ ആരുടെയൊക്കെ കൂടിയാണ് നമ്മൾ കൈമാറ്റം നടത്തിക്കൊണ്ടിരുന്നത്? അറബികൾ, പിന്നെ റോമൻസ്, ചൈനക്കാർ, പിന്നെ പേർഷ്യൻസ്, പിന്നെ ജ്യൂസ് അഥവാ ജൂതർ എന്നിവരുമായിട്ടാണ് പ്രധാനമായിട്ടും ആ സമയത്ത് കൈമാറ്റം നടന്നിരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന സ്പൈസസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാണിത്? പെപ്പറാണ്, പിന്നെ ഏലക്കായ ഉണ്ട്, ഇഞ്ചി, ഗ്രാമ്പൂ, കറുവപ്പട്ട. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഞാൻ നോട്ട്സ് തരുമ്പോൾ ചെയ്തു തരാം കേട്ടോ. The spices that were exchanged mainly from India with other lands were black pepper. Black pepper എന്ന് വെച്ചാൽ കുരുമുളക്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? പണ്ട് കാലത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നിൽ ആരാണ് ഉൾപ്പെടുന്നത്? ബ്ലാക്ക് പെപ്പർ ഉണ്ട്, കാഡമം അഥവാ ഏലക്കായ, ജിഞ്ചർ ഇഞ്ചി, ക്ലോവ്സ് എന്ന് വെച്ചാൽ ഗ്രാമ്പൂ, പിന്നെ സിന്നമൺ എന്ന് വെച്ചാൽ കറുവപ്പട്ട. Of these, black pepper, which was also known as black gold, became the foreigners' favorite. അപ്പോൾ ഈ കൂട്ടത്തിൽ ബ്ലാക്ക് ഗോൾഡ്, അതായത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ആരാണ്? കുരുമുളക്, ബ്ലാക്ക് പെപ്പർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോറിനേഴ്സിന്, വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി വാസ്കോ ഡ ഗാമയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇറ്റ് ഈസ് said in historical records that Vasco da Gama, a Portuguese traveler who came to India, took goods worth 60 times the cost of his journey when he returned to Europe. എന്താ പറയുന്നത്? ഇന്ത്യയിലെത്തുന്ന പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ തിരികെ യൂറോപ്പിലോട്ട് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ സാധനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയതെന്നാണ് പഴയ ചരിത്ര രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ്? ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള യാത്രാ ചെലവ് 100 രൂപ മാത്രമായിരുന്നെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയത് എത്ര രൂപ വിലയുള്ള സാധനങ്ങളാണ്? 6000 60 × 100 അല്ലേ, 60 ടൈംസ്. അപ്പം 6000 റുപ്പീസ് വർത്ത് തിങ്സാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ തിരിച്ചു കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, it was the expansion of trade that led to the exchange of food items between distant lands. കച്ചവടത്തിൻ്റെ ഈ ഒരു വ്യാപനം, അതായത് എക്സ്പാൻഷനാണ് പണ്ടത്തെ കാലത്തൊക്കെ മറ്റ് ദേശങ്ങൾ തമ്മിലുള്ള ഈ ഒരു കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഓക്കെ, അപ്പോൾ the pictures of some of the food items that became popular in India as a result of such exchanges are given below. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ കൈമാറ്റങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവിഭവങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഗ്വാവ, അതായത് പേരക്ക, പപ്പായ, പൈനാപ്പിൾ, കൈതച്ചക്ക, പിന്നെന്താ? കാഷ്യൂ നട്ട്, കശുവണ്ടി, ടാപ്പിയോക്ക എന്ന് വെച്ചാൽ മരച്ചീനി, പൊട്ടേറ്റോ, ഉരുളക്കിഴങ്ങ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന വിഭവങ്ങളാണല്ലേ, പക്ഷേ ഇതൊന്നും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായതല്ല, പുറത്തുനിന്ന് വന്നതാണ്. ഓക്കെ, ഇനി ഐഡൻറ്റിറ്റി കാർഡ്. നമ്മൾ ഫുഡ് കാർഡ് ഉണ്ടാക്കിയ പോലെ, സയൻസിലാണെന്ന് തോന്നുന്നു, നമ്മളൊരു ഫുഡ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യലി ഇപ്പം എന്നാണ് വന്നിരിക്കുന്നത്. ഗ്വാവ ബർത്ത് പ്ലേസ് മെക്സിക്കോ ആണ്. ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രോട്ട് ടു ഇന്ത്യ ബൈ പോർച്ചുഗീസ്. അതിൽ വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ ഇനി ഇതെന്താണ്? ഒരു മരച്ചീനിയാണ് അഥവാ ടാപ്പിയോക്ക. അതിൻ്റെ ബർത്ത് പ്ലേസ് എന്താണ്? അതിനെ എന്താണ് വിളിക്കുന്നത്? ആരാണ് കൊണ്ടുവന്നത്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് വന്നത്? എന്തൊക്കെയാണുള്ളത്? ഇതൊക്കെ നമുക്ക് നോട്ട്സ് എന്ന വീഡിയോ തരുമ്പോൾ അതിൽ നോക്കി പഠിക്കാം. ഓക്കെ, exchange of food items is going on. In addition to trade, people travel to different parts of the world for employment, education, leisure, etc., making this exchange more widespread. അപ്പോൾ ഈ ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമേ
ജോലി തേടിയും പിന്നെ വിദ്യാഭ്യാസത്തിനും വിനോദത്തിന്, അതായത് വെറുതെ കറങ്ങാനൊക്കെ ആയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മളിന്നും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നും എക്സ്ചേഞ്ച് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഫുഡല്ല, ഇപ്പം എന്താ ജോലിക്ക് വേണ്ടിയിട്ടും വിദ്യാഭ്യാസത്തിനും വെറുതെ ഒക്കെയാണ് ആൾക്കാർ പോകുന്നത്. ഇതും ഒരു കൈൻഡ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഫുഡ് ആൻഡ് ഇനീക്വാലിറ്റി. ഇനീക്വാലിറ്റി എന്ന് വെച്ചാൽ അസമത്വം. ദർ വർ വേരിയസ് ടൈപ്സ് ഓഫ് ഇനീക്വാലിറ്റീസ് ഇൻ ആർ കൺട്രി റിലേറ്റഡ് ടു ഫുഡ്. അപ്പോൾ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിൽ ഇനീക്വാലിറ്റീസ്, അതായത് അസമത്വങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ഇനീക്വാലിറ്റീസ് പ്രിവെൻറ്റഡ് പീപ്പിൾ ഓഫ് ഓൾ ക്ലാസ്സസ് ഫ്രം ഡൈനിങ് ടുഗെദർ. അപ്പോൾ സാമൂഹികമായ ഈ ഇനീക്വാലിറ്റീസ് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സോഷ്യൽ റിഫോമർ സഹോദരൻ അയ്യപ്പൻ in inter-dining initiative named Mishra Bhojanam was held at Cherai in Ernakulam against this discrimination. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഈ വിവേചനത്തിനെതിരെ സഹോദരൻ അയ്യപ്പൻ എന്ന സാമൂഹിക പരിഷ്കർത്താവ് ഒരു മിശ്രഭോജനം എന്നൊരു പ്രോഗ്രാമിന് നേതൃത്വം നൽകി. എവിടെ വെച്ചിട്ടാണ്? എറണാകുളത്തെ ചെറായിൽ എന്നൊരു സ്ഥലത്ത് വെച്ചിട്ട്. മിശ്രഭോജനം on 29th May 1917, under the leadership of Sahodaran Ayyappan, an inter-dining named Mishra Bhojanam was organized at Cherai in Ernakulam district. അപ്പോൾ 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തിയിട്ട് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ എന്ന സ്ഥലത്ത് മിശ്രഭോജനം സംഘടിപ്പിച്ചു. ദിസ് പ്രൊട്ടസ്റ്റ് വാസ് ഹെൽഡ് അഗെയിൻസ്റ്റ് ദ ഡിനയൽ ഓഫ് റൈറ്റ്സ് ഫോർ ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ടു ഡൈൻ ടുഗെദർ. ഇത് എന്തിനെതിരെയായിരുന്നു? എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. സഹോദരൻ അയ്യപ്പൻ ഹാഡ് ടു ഫേസ് സ്ട്രോങ് ഓപ്പോസിഷൻ ആസ് ഹി ലെഡ് ദ മിശ്രഭോജനം. അപ്പോൾ ഈ ഒരു മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതുകൊണ്ട് ശക്തമായ എതിർപ്പ് ഇയാൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ദിസ് റിവീൽസ് ദ സോഷ്യൽ ഇനീക്വാലിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ കേരള. അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായൊരു ഇനീക്വാലിറ്റി, അസമത്വതയാണ് ഇത് കാണിക്കുന്നത്. കാസ്റ്റ് സിസ്റ്റം വാസ് ദ കോസ് ഓഫ് ദിസ് ഇനീക്വാലിറ്റി. ജാതി വ്യവസ്ഥ, അതായത് കാസ്റ്റ് സിസ്റ്റമാണ് ഈ ഒരു ഇനീക്വാലിറ്റിക്ക് കാരണമായത്. ഡു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ റിലേറ്റഡ് ടു ഫുഡ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ആർ കൺട്രി? സച്ച് ഡിസ്ക്രിമിനേഷൻസ് ആർ പ്രൊഹിബിറ്റഡ് ഇൻ ആർ കൺട്രി ബൈ ലോ. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുള്ളതാണ്. നോട്ട് ഓൺലി സോഷ്യൽ ബട്ട് എക്കണോമിക് ഡിസ്ക്രിമിനേഷൻ ഓൾസോ പോസ് എ ചാലഞ്ച് ടു ഈക്വാലിറ്റി ഇൻ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ ഈ ഒരു ഈക്വാലിറ്റിക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. സമത്വത്തിന് വെല്ലുവിളിയാകുന്നത് എന്താണ്? സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഉണ്ട്. സോഷ്യൽ ബട്ട് എക്കണോമിക് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ വിവേചനം. ഗ്ലിംസസ് ഓഫ് സ്റ്റാർവേഷൻ. ഒബ്സർവ് ദീസ് ന്യൂസ് ഹെഡ്ലൈൻസ്. അപ്പോൾ ഈ ഒരു വാർത്ത ഇതൊക്കെ നോക്കുക. ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് ഈസ് ദാറ്റ് സ്റ്റാർവേഷൻ ഇൻ കൺട്രി വിൽ റൈസ്. എന്താണ്? കാലാവസ്ഥാ വ്യതിയാനം റിപ്പോർട്ട് എന്താ പറയുന്നത്? രാജ്യത്തെ പട്ടിണി വർദ്ധിക്കും എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സെക്കൻഡോ, ഹംഗ്രി ചിൽഡ്രൻ ആർ ക്രൈയിങ് ഹെവി സ്റ്റാർവേഷൻ ഇൻ സിറിയ. വിശന്ന് കരയുന്ന കുട്ടികൾ സിറിയയിൽ, കൊടും പട്ടിണിയാണ് സിറിയയിൽ എന്നാണ് പറയുന്നത്. ദ വാർ ഇൻ ഉക്രൈൻ ഗ്ലോബൽ ഫുഡ് ക്രൈസിസ് ടു ഇൻറ്റൻസിഫൈ. ഉക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാകും. സിവിയർ ഡ്രോട്ട്, അതിരൂക്ഷമായ വരൾച്ച. മില്യൺസ് ഓഫ് ചിൽഡ്രൻ സ്റ്റാർവ്ഡ് ഇൻ സൊമാലിയ. സൊമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല. വാട്ട് ആർ ദ പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെറ്റ് ഫ്രം ദീസ് ന്യൂസ് ഹെഡ്ലൈൻസ്? എന്താ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ടല്ലേ? സ്റ്റാർവേഷൻ സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ മെനി പാർട്ട് ഓഫ് ദ വേൾഡ്. പിന്നെന്താ? വാറ് കാരണം ആൾക്കാർ സ്റ്റാർവ് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലൈമറ്റ് ചേഞ്ച് കാരണം സ്റ്റാർവേഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെന്താ? സിറിയയിലെ കുട്ടികൾക്കൊന്നും ഭക്ഷണമില്ല. പിന്നെന്താ? വലിയ ഡ്രോട്ട് എന്ന് വെച്ചാൽ വരൾച്ച കാരണം സ്റ്റാർവേഷൻ സംഭവിക്കാം. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ദ ഫുഡ് ദാറ്റ് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ഇസ് ദ റൈറ്റ് ഓഫ് എവറി ഹ്യൂമൻ ബീങ്. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണല്ലേ. ബട്ട് ദർ ആർ തൗസൻഡ്സ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് വിതൗട്ട് ഈവൻ എ സിംഗിൾ മീൽ ടു സസ്റ്റെയിൻ ലൈഫ്. പക്ഷേ ഇന്നും ജീവൻ നിലനിർത്താൻ പോലും ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമായിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചസ്, വാർ, അൺഎംപ്ലോയ്മെൻറ്റ് എക്സെട്ര കോസ് പോവേർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ കാരണം? ക്ലൈമറ്റ് ചേഞ്ചസ്, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വാർ, യുദ്ധം, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ഇതൊക്കെ മേജർ റീസൺസ് ആണ് എന്തിൻ്റെ? ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും, പോവേർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. ഫാമിൻ ഇൻ ബംഗാളിലെ ഫാമിൻ എന്ന് വെച്ചാൽ ഭക്ഷ്യക്ഷാമം. Excessive economic exploitation during the British period in India led to famine and consequently many people died. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് അമിതമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് സാമ്പത്തിക ചൂഷണം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും അതിൻ്റെ ഫലമായിട്ട് കുറേ ആൾക്കാർ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ബംഗാൾ ഫാമിൻ ഇൻ 1943 ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ ദിസ്. അപ്പം ബംഗാളിലുണ്ടായ ഒരു ഭക്ഷ്യക്ഷാമം ഇതിനൊരു വലിയ ഉദാഹരണമാണ്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ. അപ്പോൾ ബംഗാളിലെ ആൾക്കാരുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗ്ഗം എന്തായിരുന്നു? കൃഷിയായിരുന്നു. പാഡി ഫീൽഡ്സ് വെർ എക്സ്റ്റെൻസീവ്ലി ഡിസ്ട്രോയിഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഹെവി സ്റ്റോം ഓൺ ബംഗാൾ കോസ്റ്റ്. അപ്പോൾ ബംഗാൾ തീരത്തുണ്ടായ ശക്തമായൊരു കൊടുങ്കാറ്റിൻ്റെ ഫലമായിട്ട് അവിടുത്തെ പാഡി എന്ന് വെച്ചാൽ നെൽകൃഷി മുഴുവൻ നശിച്ചു പോകുന്നുണ്ടായിരുന്നു. സബ്സീക്വൻ്റ്ലി ദർ ഒക്കേർഡ് എ ഫുഡ് ക്രൈസിസ് ഇൻ ബംഗാൾ. അപ്പോൾ ഇതിനെ തുടർന്ന് ബംഗാളിൽ വലിയൊരു ഫുഡ് ക്രൈസിസ്, ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയാണ്. അബൌട്ട് 30 lakh പീപ്പിൾ ഡൈഡ് ഓഫ് സ്റ്റാർവേഷൻ ഡ്യൂറിങ് ദിസ് ഫാമിൻ. ഏകദേശം 30 ലക്ഷം ആൾക്കാരാണ് പട്ടിണി മൂലം ഈ സമയത്ത് ബംഗാളിൽ മരണപ്പെട്ടിരുന്നത്. ഓക്കെ, അനദർ റീസൺ ഫോർ സ്റ്റാർവേഷൻ ഇസ് ദി ഇനീക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഇനി വേറൊരു കാരണം എന്താണ് ഈ ഒരു പട്ടിണിക്ക്? സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള ഇനീക്വാലിറ്റി, അതായത് പൈസ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നില്ല അല്ലേ. വെൽത്ത് എന്ന് വെച്ചാൽ എന്താ? സമ്പത്ത്. വെൽത്ത് ഇസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ടു ഓൾ. എല്ലാവർക്കും തുല്യമായിട്ടല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. സോ വൈൽ സം പീപ്പിൾ ഈറ്റ് ദെയർ ഫിൽ, അതേഴ്സ് സ്റ്റാർവ്. അതുകൊണ്ട് തന്നെ ചിലർ നല്ലപോലെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവർ പട്ടിണി കിടക്കേണ്ടി വരും. നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ കുറേ റിച്ചായിട്ടുള്ള ആൾക്കാരുണ്ടാവും, കുറേ പൈസ കുറവായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം, അവരുടെ ജീവിത രീതി, എല്ലാത്തിലും മാറ്റം ഉണ്ടാവും. വിത്ത് എ വ്യൂ ടു സ്ട്രെങ്തനിങ് ദി എഫേർട്സ് അഗൈൻസ്റ്റ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ആൻഡ് എൻഷുറിംഗ് ഫുഡ് ഫോർ ഓൾ, വേൾഡ് ഫുഡ് ഡേയ്സ് ഒബ്സർവ്ഡ് ഓൺ 16th October എവറി ഇയർ. അപ്പം ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തപ്പെടുത്താൻ വേണ്ടിയിട്ട്, പിന്നെ എല്ലാവർക്കും ഭക്ഷണം ഉറപ്പായിട്ട് ലഭിക്കാനും വേണ്ടിയിട്ടാണ് വേൾഡ് ഫുഡ് ഡേ അഥവാ ഭക്ഷ്യദിനം, ലോക ഭക്ഷ്യദിനം October 16th എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നത്. കേരള ഈസ് എ മോഡൽ സ്റ്റേറ്റ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് വേരിയസ് സ്കീംസ് ഫോർ പോവേർട്ടി എലിവേഷൻ. അപ്പം ഈ എലിവേഷൻ എന്ന് വെച്ചാൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി ഒരു മാതൃകാ സംസ്ഥാനമാണ് കേരളം. ഓക്കെ, കുടുംബശ്രീ മിഷൻ, a project launched by the government of Kerala for poverty alleviation is an example for this. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രൊജക്റ്റിൻ്റെ എക്സാമ്പിളാണ് കുടുംബശ്രീ മിഷൻ. ഓക്കെ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 എന്താണ്? ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വരുന്നത്. ദി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ഇസ് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ. അപ്പോൾ എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നാണ് ഈ ഒരു നിയമത്തിൻ്റെ ലക്ഷ്യം. എ സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ആ കൺട്രി വിത്ത് ദിസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടിട്ട് പ്രവർത്തിക്കുന്ന ശക്തമായൊരു വിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അടുത്തത് എന്താണ്? ഫുഡ് ആൻഡ് ഹെൽത്ത്, ഭക്ഷണവും ആരോഗ്യവും. ആസ് വി നോ, ഫുഡ് ഈസ് വൺ ഓഫ് ദ ബേസിക് നീഡ്സ് ദാറ്റ് സസ്റ്റെയിൻ ഹ്യൂമൻ ലൈഫ്. അപ്പം മനുഷ്യരുടെ ജീവൻ നിലനിർത്താൻ വേണ്ട ഏറ്റവും ആവശ്യം ഉള്ളൊരു കാര്യമാണ് ഭക്ഷണം എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. വി ക്യാൻ മെയിൻറ്റെയിൻ അവർ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ബൈ ടേക്കിംഗ് ന്യൂട്രീഷ്യസ് ഫുഡ്. അപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ആരോഗ്യം നിലനിർത്തി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കഴിക്കണം? പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ബട്ട് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ലീഡ് ടു മെനി ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. എന്നാൽ ഫാസ്റ്റ് ഫുഡും മോശമായ ഭക്ഷണവും അനാരോഗ്യകരമായ ഭക്ഷണശീലം
പല ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്കും, അതായത് ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കൊളസ്ട്രോളൊക്കെ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. 2023 has been selected as the International Year of Millets by the United Nations. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. The main objective of the International Year of Millets is to promote the production and consumption of millets. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണ്? ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും അതിൻ്റെ കൺസപ്ഷൻ, അതായത് ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. മില്ലറ്റ്സ് ആർ ഗ്രാസി ക്രോപ്സ് ഫ്രം വിച്ച് സിറിയൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ പുല്ല് വർഗത്തിൽപ്പെടുന്ന ക്രോപ്സാണ്, അതായത് ധാന്യവിളകളാണ് ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. മില്ലറ്റ് ഇൻക്ലൂഡ് ജോവർ, റാഗി, കോഡോ മില്ലറ്റ്, ഫോക്സ്ടെയിൽ മില്ലറ്റ് എക്സെട്ര. അപ്പോൾ എന്തൊക്കെയാണ്? ജോവർ, റാഗി, വരക്, തിന എന്നിവയൊക്കെ ഈ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ. മില്ലറ്റ്സ് ക്യാൻ കൺട്രോൾ കാർഡിയാക് ഇഷ്യൂസ് ആൻഡ് അതർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഹൃദയ സംബന്ധമായ രോഗങ്ങളെയും പിന്നെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. മില്ലറ്റ്സ് സോ ന്യൂട്രീഷ്യസ് മില്ലറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ യുവർ ഡെയിലി ഡയറ്റ്. അതിനാൽ പോഷകസമൃദ്ധമായ ഈ കുഞ്ഞു കുഞ്ഞു ചെറിയ ധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഡെയിലി. ഓക്കെ. നിങ്ങൾക്കിവിടെ നമ്മളിപ്പോൾ വായിച്ച കോഡോ മില്ലറ്റ്, പേൾ മില്ലറ്റ്, ഫോക്സ്ടെയിൽ മില്ലറ്റ്, ഇതൊക്കെ പിക്ചേഴ്സ് ഇവിടെ കാണാം. ഓക്കെ. ആക്സസ് ടു ഫുഡ് ഈസ് എ ലീഗൽ റൈറ്റ് ഫോർ എവറി സിറ്റിസൺ. അപ്പം ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് ഓരോ സിറ്റിസൻ്റെയും ഓരോ പൗരൻ്റെയും അവകാശമാണ്. വി ഷുഡ് യൂസ് വെറും അവകാശമല്ല, ലീഗൽ റൈറ്റാണ്, നിയമപരമായ അവകാശമാണ്. വി ഷുഡ് യൂസ് ദ ഫുഡ് വി ഗെറ്റ് ജുഡീഷ്യസ്ലി. അപ്പം നമുക്ക് കിട്ടുന്ന ഭക്ഷണം നമ്മൾ കരുതലോടെ വേണം ഉപയോഗിക്കാം. വേസ്റ്റിംഗ് ഫുഡ് ഇസ് ദ ക്രുവൽറ്റി വി ഡു ടു ദോസ് ഹു ഡോണ്ട് ഈവൻ ഗെറ്റ് എ സിംഗിൾ മീൽ. ഭക്ഷണം പാഴാക്കുന്നത്, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്തവരോട് നമ്മൾ ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. Therefore, everyone should realize that the food we waste belongs to others as well. അതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ ഈ കൊണ്ട് കളയുന്നത്, പാഴാക്കുന്നത് എന്നൊരു തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ചാപ്റ്ററായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പല കാര്യങ്ങൾ ഹിസ്റ്ററി പഠിച്ചു, ഇപ്പം നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതൊരു നല്ല സിമ്പിൾ ചാപ്റ്ററായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നത്തെയും പോലെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ബൈ.